സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? അത് സുസമയത്ത് നോക്കാൻ വേണ്ടി നിന്ന് ജയിച്ചതാണ്. ശരി, അല്പനേരം പുറത്തു നിൽക്കും. അച്ഛന്മാരും ശുശ്രൂഷകരും കടന്നു വരുന്നുണ്ട്. അവരുടെ അഭിപ്രായങ്ങളെ കേട്ടിട്ട് ഞാൻ പരിഗണിക്കാം. അടുത്ത ആളെ വിളിച്ചോട്ടെ. അടുത്ത ആളെ വിളിക്കൂ. പ്രഭു, ഇന്ത്യ മഹാരാജ്യത്ത് കേരള സംസ്ഥാനത്ത് മാവേലിക്കര താലൂക്കിൽ തോമസ് മകൾ ബസ്കിയാമ ബോണി തോമസ് കൊച്ചമ്മയാണോ? കടന്നു വരൂ. കൊച്ചമ്മയാണെന്ന് പ്രഭു ചോദിക്കുന്നു. കൊച്ചമ്മയാണല്ലേ? ഓ, അത് ശരി. സുവിശേഷ വേലയ്ക്കായി എന്ത് ചെയ്തു? സുവിശേഷ വേലയ്ക്കായി എന്ത് ചെയ്തു? നല്ല കാര്യം. ആരാണ്? ശരി, അച്ഛനെ ഇത്ര കാലം സന്ധിച്ചതുകൊണ്ട് സ്വർഗരാജ്യത്തിന്റെ വാതിൽ നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. അടുത്ത ആളെ വിളിക്കൂ. പ്രഭു, ഇന്ത്യ മഹാരാജ്യത്ത് മുംബൈ സംസ്ഥാനത്ത് 1-ാം തെരുവിൽ അവരാ മകൻ പാസ്റ്റർ തമ്പു ബ്രദർ കടന്നു വന്നാലും തമ്പു ബ്രദർ ബിസിയാണ്. സുവിശേഷ വേലയ്ക്കായി എന്ത് ചെയ്തു? അദ്ദേഹം 3 പ്രാവശ്യം പിക്നിക്കിന് കബാബ് ഉണ്ടാക്കി. പിന്നെ അത് കഴിഞ്ഞ് 12 പട്ടക്കാരെ 2 പള്ളി ഉണ്ടാക്കി, 1 സ്കൂളും ഉണ്ടാക്കി. പിന്നെ ഒരു കൊല്ലത്തിനിടെ 2 ഡോട്ട് വണ്ടി ഉണ്ടാക്കി. ആരെങ്കിലും മാനസാന്തരപ്പെടുത്തിയിട്ടുണ്ടോ? അത് മാത്രമില്ല പ്രഭു. അപ്പോൾ പിന്നെ ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റില്ല. തിരിച്ച് ഭൂമിയിലേക്ക് ലോകങ്ങളിലേക്ക് കൂടാതെ സഞ്ചരിക്കൂ. ശരി പ്രഭു, IBM സംസ്ഥാനത്ത് സിസ്കോ ജില്ലയിൽ മോട്ടറോളായി വെബ്സൈറ്റ് മകൻ Mr.com കടന്നു വരട്ടെ. തിരുമേനി, അതിന്റെ ആവശ്യമില്ല പ്രഭു. അത് വീട്ടിലെല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കാം. പള്ളിക്ക് വേണ്ടി എന്ത് ചെയ്തു മകനെ? 1 കുറയാതെ 13 ഇമെയിൽ അല്ലാതെ വായിച്ചോണ്ടിരിക്കുകയാണ് പ്രഭു. അതപ്പോൾ ഇമെയിൽ രോഗമാണ്. അതിനുള്ള ശിക്ഷയായി കമ്പ്യൂട്ടർ താങ്കൾക്ക് അലർജിയായി ഭവിക്കട്ടെ. അടുത്ത ആളെ വിളിക്കൂ. അടുത്തത് കുറെ കുട്ടികളാണല്ലോ വരുന്നത്. അച്ചു, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വരും, അവരെ തടയരുത്. സ്വർഗരാജ്യം അവർക്കുള്ളതല്ലോ എന്ന് മത്തായിയുടെ സുവിശേഷം പറയുന്നു. എല്ലാവരും കയറി വന്നോളൂ. ശിശുക്കളെ പോലെ നിർമ്മലരായിരുന്നാൽ നമുക്കും സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയും. ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.